ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും അൾട്ടിമേറ്റ് ഗെയിമർ MS-ലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുന്നേ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അൾട്രാ ഗെയിമർ വൈറ്റിൽ നിന്നും അൾട്ടിമേറ്റ് ഗെയിമർ MS-ലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആരും വീഡിയോ കാണുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഗൈസ്. നിങ്ങൾ ഈ ഗെയിം തെറാപ്പിസ്റ്റും സോളോ വിന്നറും നൂബ് മാസ്റ്ററും ഒക്കെ കണ്ട് നമ്മുടെ ഒന്നും കാണത്തില്ല. അതങ്ങനെയാണല്ലോ. വിഷമമൊന്നുമില്ല, എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. എല്ലാവരും മാക്സിമം കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്, എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആയിരുന്നു ഗ്രാനി ചാപ്റ്റർ 2. ഈ കാണുന്ന പാട്ടത്തുള്ള കല്യാണം കഴിച്ചിട്ട് കൂടെ ഉണ്ടായിരുന്ന ആ തന്തപ്പിടിയും പെണ്ണുമ്പിള്ളയും കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന സൈക്കോത്തരങ്ങളാണ് ആ വീഡിയോ ഉണ്ടായിരുന്നത്. നമ്മൾ ആ പെണ്ണുമ്പിള്ളേനെ കടയിലേക്ക് പറഞ്ഞയച്ചിട്ട് നമ്മൾ ആ തന്തപ്പിടീനെ അങ്ങ് തീർത്തിട്ട് നമ്മൾ ഇറങ്ങിയിരുന്നു. ഇന്ന് നമ്മൾ വരാൻ പോകുന്ന ആ ബാച്ചിലർ ആയിരുന്ന സമയത്തുള്ള പെൺപിള്ളേൻ്റെ സൈക്കോത്തരങ്ങളാണ്. അപ്പം ഞാൻ അധികം പറഞ്ഞു വളവള എന്ന് ഇതാക്കുന്നില്ല, നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് പോവാം. ഈസിമതി എന്നെപ്പോലുള്ള പ്രോ പ്ലേയേഴ്സിന് ഹാർഡൊന്നും കൊടുക്കാൻ പാടില്ല, ഈസിയാണ് കൊടുക്കാൻ പാടില്ല. അപ്പം നമുക്ക് കണ്ടിന്യൂ. എനിക്ക് ഈ ഗെയിം വലിയ കാര്യത്തിൽ പിടുത്തമില്ല, പക്ഷെ എങ്ങനെ കളിക്കണ്ടെന്നൊക്കെ എനിക്കറിയാം, ഒളിച്ചിരിക്കണമെന്നൊക്കെ എനിക്കറിയാം. മാക്സിമം ഞാൻ നോക്കട്ടെ. ജയിച്ചാൽ ജയിച്ചു, അല്ലെങ്കിൽ പാർട്ട് 2 എല്ലാം വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്താലും കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. യെസ്, പെണ്ണുമ്പിളേൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ നോർമൽ ഗ്രാനി കളിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പണിയാണ്. അതിന് കളിക്കാറില്ല, അത് വേറെ കാര്യം. ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ഇങ്ങനെ പോയ പാവപ്പെട്ടവരൊക്കെ എങ്ങനെ ഇരിക്കും? താഴിടുക, ഒരറ്റട നമ്മൾ മൂഞ്ചിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ വീണ്ടും ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് വീണ്ടും തുടങ്ങാം. ഡേ 2 നിങ്ങൾ പറയേണ്ട കാര്യമില്ല, എനിക്കറിയാം. ഡേ 2 ആണ്. നല്ല ഐശ്വര്യമായിട്ട് തന്നെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ അടിച്ച് മൂഞ്ചി തെറ്റി വന്നിട്ടുണ്ട്. പെണ്ണുമ്പിള്ള എങ്ങനെയാണോ അവിടെ എത്തിയത്? ഞാൻ പിന്നെ പറഞ്ഞു, അതിൻ്റെ എന്താണ് ഇവിടെ നിഴൽ പോലെ തോന്നി. അടയ്ക്കുന്നു. യെസ്, പെണ്ണുമ്പിള്ള ധൈര്യം ഉണ്ടായി. വാടി തള്ളേ. ഗുണ്ടായിസാണ്, ഞാൻ തവഞ്ഞി ഗുണ്ടായിസാണ്. അറിഞ്ഞൂടാ, കരഞ്ഞ് കാല് പിടിക്കും. എൻ്റെ പിന്നെ ഞാൻ കരഞ്ഞ് കാല് പിടിക്കും. ഞാൻ പറഞ്ഞേക്കാം. പെണ്ണുമ്പിളോട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ കഴിഞ്ഞ മാസം വെച്ച പാൻപരാതി ആ പെണ്ണുമ്പിളേൻ്റെ ഇപ്പോഴും ഉണ്ടാക്കിയിരിപ്പുണ്ട്. യെസ്, പോകൂ, അയ്യോ പോകൂ. ഇപ്പം ഞാൻ തന്നെ മേളോട്ട് പോയനെ. പോകൂ. എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടാം? പോകൂ. യെസ്, പെണ്ണുമ്പിള്ള പോയിരിക്കുന്നു സക്സസ്ഫുള്ളി. അയ്യോ, നമുക്കിങ്ങോട്ട് കയറാം. അടച്ചു. ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? 2 ഉണ്ടയുണ്ട്, ഇതിൻ്റെ അകത്തും ഉണ്ടയുണ്ട്. നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം. പെണ്ണുമ്പിള്ള ഇതൊക്കെ തുറന്നിട്ടിരിക്കണം. പെണ്ണുമ്പിള്ളേൻ്റെ കാര്യം കട്ടപ്പുക. ഞാൻ വെപ്പൺ കീ റെഡി ആയിട്ടുണ്ട് ഗായ്സ്. വെപ്പൺ കീ അവിടെ ഇടാം. അയ്യോ, പെണ്ണുമ്പിളിപ്പോൾ ഇതെടുത്ത് ഒരിതെടുക്കാം. ധൈര്യമുണ്ട് ഈ വായിന് പെണ്ണുമ്പിള്ള ആടിങ്ങട് ഇറങ്ങി രക്ഷ കാണിക്കാതെ ഇറങ്ങി വരൂ. ചേട്ടനൊന്നും കണ്ടില്ല കേട്ടോ, പതിയെ വന്നാൽ മതി. ഒരു ചെലക്കളി എവിടെയാണ് എൻ്റെ ചെലക്കളി?
അങ്ങോട്ട് കയറിട്ടോ പിന്നെ ഇപ്പൊ കിട്ടിയ മണ്ടയ്ക്ക് സിക്സർ വടി വടി നെഞ്ചത്ത് തരാം. യെസ്, ഹൗ ഈസ് ഇറ്റ്? നമ്മളവിടെ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ചെന്നെടുക്കാൻ വരുന്നത് എടുക്കാം. മാരക്കിടക്കടി ഇവിടെ വലിയ ആളുകൾ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിക്കടി തുറക്കൂടി പിന്നെ നൈസായിട്ട് മുന്നിട്ടുണ്ട്. ഇത് നമുക്ക് തുറക്കുക തന്നെ ചെയ്യാം. ഇതെടുക്കണം. ഇതെന്തിനു വരാത്ത? യെസ്, അങ്ങോട്ട് പോവാ. കറക്റ്റ്. യെസ്, that is the boy. That is the boy. താഴോട്ട് പോവാം നമുക്ക്. അല്ല, ഇവിടെ നിന്നുണ്ടാവും, രണ്ടുണ്ട ഉണ്ടാവും എന്നാണ് എൻ്റെ ഉറപ്പ്. നോക്കാം. യു ഫോണും ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടുണ്ടയുണ്ട്. അപ്പോൾ ഇവിടെയും ഒന്നുമേലും ഇല്ല. പോയി അടുത്ത എവിടെ നോക്കാം. ഇവിടെ മാറിക്കൂടി ഫ്രണ്ട് കയറിക്കളി തുറന്നു നോക്കാം. അല്ല പിന്നെ അടച്ചു വെക്കാൻ പറ്റില്ലല്ലോ. യെസ്, കാർ കീ അടുത്തതും കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് പെണ്ണുമ്പോൾ വന്നു നമ്മൾ. അത് ഞാൻ ഉണ്ടാക്കിയ സൗണ്ടാണ്, ആരും ഒന്നും വിചാരിക്കണ്ട. ഒരുമാതിരി ഞാൻ പറയുന്നില്ല. എന്തായാലും തുറക്കാതെ. യെസ്, പാർട്ട് ഓഫ് ഷോട്ട് ഗൺ. ഞങ്ങൾക്ക് ഷോട്ട് എടുക്കാൻ കാര്യമില്ല, കാരണം നമുക്ക് ഓൾറെഡി ഉണ്ട്. എന്ത് ഉണ്ടാ? ഇനി മുകളിലോട്ട് കയറുന്ന കാര്യത്തിലാണ് എനിക്ക് പേടിയുള്ളത്. ഇനി നമുക്ക് പെണ്ണുമ്പിള്ളേരെ ഒന്നും കൂടെ മയക്കിയില്ലെങ്കിൽ കിട്ടും പണി എന്നത് 100% അല്ല 110% ഉറപ്പാണ്. പെണ്ണുമ്പിള്ള എവിടെ? എഴുന്നേറ്റില്ലെങ്കിലും പെണ്ണുമ്പിള്ളനെ എഴുന്നേൽപ്പിച്ചിട്ടേ നമ്മളൊന്ന് പോകുന്നുള്ളൂ. പെണ്ണുമ്പിള്ള എഴുന്നേറ്റ് വരണം, അല്ലാതെ നമുക്കൊരു രക്ഷയില്ല. കാര്യം ഒന്നുമില്ല, എന്നാലും നമുക്ക് പണിയാണ്. പെണ്ണുമ്പിള്ള വടിയായി എന്ന ഒരു വടിയായിരുന്നു നേരത്തെ. പെണ്ണുമ്പിള്ള അതിന്റെ മണ്ട കയറി കിടന്ന ഞങ്ങള് മാറിക്കൂടി. പാനത്തള്ള ആ താഴെ വീണോ? എന്നാ കുഴപ്പമില്ല. പാവം തള്ളയെന്ന് വിളിച്ച് ഞാൻ പക്ഷാതാപിക്കുന്നു എന്ന് ഞാൻ പറയത്തില്ല. എന്തരത്? ഓ അതോ, നമുക്ക് ഫ്രണ്ട് ഡോർ നോക്കിയാലോ? അതെ ഗായ്സ്, ഫ്രണ്ട് ഡോർ തന്നെ നോക്കാം. പക്ഷേ അത് തന്നെ ആദ്യത്തെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ ചെയിൻ കട്ടറാണ്. ഇത് ചെയ്യാൻ പറ്റുമോ നോക്കാം. യെസ്, പറ്റും. അപ്പോൾ താഴത്തെ കൂടെ ചെന്ന് കൂടെ ആക്കി വിടാം. ഇത് മാറി വഴിയിലൊക്കെ ഇത് കൊണ്ടുവെക്കണ്ടേ? നാട് റോഡിൽ കൊണ്ട് ഇവിടെ ഉണ്ട് രണ്ടുണ്ടാ. നമുക്ക് നേരത്തെ ഒരു ബ്രിഡ്ജ് ടാങ്ക് കിട്ടിയില്ലേ? അത് ഇവിടെ കൊണ്ടങ്ങോട്ട് തിരിച്ചാലോ? വെറുതെ ഇരിക്കല്ലേ, പോയി തിരിക്കാം. ഇവിടെ തന്നെ ഞാൻ കിട്ടി പോണി. വായ വിഞ്ച് ഹാൻഡിൽ, ഫ്രിഞ്ചല്ല വിഞ്ച്. എന്ത് ഹിഞ്ചിൻ്റെ ആയാലും നമ്മൾ പോയി പൊളിക്കാൻ പോണേണ്. പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകും. ഒരു 100, 110. ഇത് 60, ഇത് 20 പോലും കയറണില്ല. അത് വേറെ കാര്യം. ഇവിടെ കുറെ ഉണ്ടാവും, കുറെ ഉണ്ടാ. ഇതല്ലേ? ഇവിടെ തിരിക്കൂ തിരിക്കൂ തിരിക്കൂ. ഓയ് ഓയ്, ഞാൻ വിചാരിച്ച സാധനം തന്നെ വന്നല്ലോ. ഓയ് 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 ഗൈസ്, നമ്മൾ സീനാണേ. ഓയ് ഓയ് എന്ന് സ്വയം പറയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ സ്വയം പൊങ്ങി എന്ന് വിളിക്കുന്നതിലും കുഴപ്പമില്ല. പക്ഷെ വിളിക്കാൻ പാടില്ല, അത് വേറെ കാര്യം. വിളിച്ചാലും എനിക്കൊന്നുമില്ല.
അത് വേറെ കാര്യം. ഏതായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഈ നാട് റോഡിൽ കൊണ്ട് പോസ്റ്റ് പൊളിച്ചു, അടുത്തും പൊളിച്ചു. ഇനി നമുക്ക് എന്താണ്ട് മാസ്റ്റർ കീയും പാഡ്ലോക്ക് കീയും അതുകൂടെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ നിന്ന് ചെത്തിപ്പാഞ്ഞ് പറത്തി വിടും. ഒന്നും നോക്കണ്ട അല്ല. പിന്നെ അല്ല സലാഹ് എൻ്റെ പൊന്നെ പെണ്ണുമ്പിള്ള വന്നോ ഇത്രോട്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ടൊക്കെ വരണ്ടേ? നിങ്ങൾ ഇങ്ങനെ എന്താ കാട്ടുക? ഈ പെണ്ണുമ്പിള്ളൻ്റെ കുണ്ടിയും അവിടെ കൊണ്ട് ഇട്ടിക്കണേ. അതാകുള്ളൂ മൂട്ടുന്നൊക്കെ സാധനം ഇറങ്ങി വരണേ. ഇതിവിടെ കിടക്കട്ടെ, അല്ലെങ്കിൽ പണിയാ. നമ്മൾ നേരത്തെ ബേർഡ്സ് കൂടെ കിട്ടിയിരുന്നു. ആ സാധനം കൊണ്ട് അവിടെ ചിലപ്പോൾ മാസ്റ്റർ കീ ഉണ്ടാവും, പറയാൻ പറ്റൂല. പെണ്ണുമ്പിള്ളല്ലേ ആള്. കക്കൂസ് നമ്മൾ കക്കൂസ് നോക്കിയില്ലല്ലേ, ഞാനത് മറന്നു. ഏതായാലും നമ്മൾ പോകണമെങ്കിൽ അതിൽ തന്നെ പോകണം. അപ്പോൾ കക്കൂസ് കൊണ്ട് നോക്കണേ. പൊണ്ണും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കുന്നു, ഞാൻ പറയുന്നില്ലൊന്നും. ഉണ്ട്, രണ്ടുണ്ടാ. ഓക്കെ, നേരെ റൈറ്റ് പിടിച്ചിട്ട് പോവാം. യെസ് പോകൂ. ഇതുവരെ ഒരു കുഴപ്പമില്ല, ഇനി ഒരു കുഴപ്പം ഉണ്ടാവാതിരുന്നാൽ മതി. ഒരു തവണ നോക്കിയില്ല, ഇതിൻ്റെ അകത്തും പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ഇപ്പം എൻ്റെ വാക്ക് കണ്ടോ കറക്റ്റായത്? ഇങ്ങനത്തെ ആരെങ്കിലും വാക്കുണ്ടോ? സാധനം താഴെ വീണില്ലേ? നമ്മളതിൻ്റെ ബോക്സിങ് പ്ലേസ് ആണ്. ഇപ്പോൾ ഷോർട്ട് ഗണ്ണിൻ്റെ അടുത്ത പാർട്ട്. ഇതിൻ്റെ ചിലപ്പോൾ ഗ്യാസ് ലൈറ്റ് കണ്ട പറഞ്ഞില്ലേ? എന്നിട്ട് യെസ് മാസ്റ്റർ കീ. കണ്ട ഗൈസ്, പറഞ്ഞ തന്നെയാണ്. പാഡ്ലോക്ക് എവിടെ പോയി കണ്ടുപിടിക്കുന്നതാണ് എനിക്കാകെയുള്ളൊരു വിഷമങ്ങൾ പലതരം. ഈ കാക്ക ഇത്ര പെട്ടെന്നുകൊണ്ട് അത്ര ഒരു കൂട് മുഴുവൻ തിന്നു നിർത്താം. വാട്ട് എ ഷിറ്റ്. അപ്പോൾ നമ്മൾ നേരെ മുകളിലോട്ട് കയറി പോവുക. ഇപ്പോൾ പെണ്ണുമ്പിള ഉണ്ടെങ്കിൽ പെടലിക്ക് കിട്ടും, അത് വേറെ കാര്യം. ഓക്കെ, പെണ്ണുമ്പിള മിക്കവാറും എഴുന്നേറ്റിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് ഏതായാലും ഈ സാധനം ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഈ സാധനം പിടിച്ച് നിൽക്കാം. പെണ്ണുമ്പിള നമ്മൾ അടിച്ചിട്ടുണ്ട്. എന്ത് കഷ്ടാണല്ലേ. പെണ്ണുമ്പിള്ളൻ്റെ ഓരോ വികാരങ്ങളെ പണ്ടാരങ്ങ ഒരു അതിൻ്റെ ഇടയിൽ ആടും. നാണില്ല. ഈ പെണ്ണുമ്പിള്ള എങ്ങനെയാ വന്ന് അടിച്ച്? അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പല്ലി ചിലക്കണ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആ പെണ്ണുമ്പിള്ളേനെ എങ്ങനെയെങ്കിലും ഉറക്കണം. സാധനം അവിടെ ഉണ്ട്. ഇനി ഈ പെണ്ണുമ്പിള്ള മേളിലോട്ട് പോയിട്ട് സൈഡിലോട്ട് പോകണം. ഗൈസ്, നമുക്ക് അത് സാധനം എടുത്തിട്ട് കാണാം. ഗൈസ്, പെണ്ണുമ്പിള്ള സൈഡിലോട്ട് പോയിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം. യെസ്, പൊയ്ക്കോ. സാധനം വാ. യെസ്, വാ. ഇതും വാ, പെട്ടെന്ന് വാ. യെസ് ഗൈസ്, പെണ്ണുമ്പിള്ള വരുന്നുണ്ട്. നമ്മളെ ഭാഗ്യം അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ചെത്തനെ. ആ പെണ്ണുമ്പിള്ള തന്നെ വെച്ച ട്രാപ്പിൽ പെടുവാവോ? നോക്കണല്ലേ. പക്ഷെ ഇപ്പം നോക്കിക്കൊണ്ട് നിന്നാൽ നമ്മളെ ചില്ലും കൂട്ടിൽ പെണ്ണുമ്പിള്ള നോക്കാൻ വേണ്ടി വെക്കും. അത് വേറെ കാര്യം. ഈ ട്രാപ്പ് ഏതായാലും ഞാൻ കുടുങ്ങി കളഞ്ഞേക്കാം. അല്ലെങ്കിൽ ഇനി അതിൻ്റെ പേരല്ല, അതിൻ്റെ അടുത്ത പണി കിട്ടും. ഈ പനം ഞാൻ പറയുന്നില്ല, ഒന്നും പറയാൻ എൻ്റെ നാവുകൾ അനുവദിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? നമുക്ക് ചുറ്റി കിട്ടീനു.
ആ ചുറ്റിക വെച്ച് കുറേ കളികളുണ്ട്. അതിന് മുന്നേ ഇത് വെച്ച് ഇത് തുറന്നു നോക്കിയില്ല. ഇതിൻ്റെ അകത്തുള്ള കളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്തൊരു ഉണ്ടയുമില്ല. യെസ്, നമുക്ക് വേണമെങ്കിൽ ഷോട്ട് ഗൺ എടുക്കാം. ഷോട്ട് ഗണ്ണിൻ്റെ എല്ലാം സാധനവുമായിട്ടുണ്ട്. വേറെ കാര്യം, അപ്പം അതിൻ്റെ അടിയിൽ ചെന്നിട്ട് ഈ സംഭവം റെഡിയാക്കും. അവിടെ തിരിപ്പുണ്ട്, അത് എടുക്കണമെങ്കിൽ അതിനും ഇത് തുറക്കണം. തുറക്കുന്നു, തുറക്കുന്നു. അതുകൊണ്ട് വലിയ കാര്യമില്ല. അതുകൊണ്ട് ഈ സാമാനം ഇവിടെ കിടക്കട്ടെ. നമുക്ക് ഇപ്പോഴേന്ന് പോയി ആ ചുറ്റി എടുത്തിട്ട് വരാം ഗൈസ്. എന്നിട്ട് ആ സാധനം പൊളിച്ചപ്പോൾ അതിൻ്റെ എന്താ പാടെന്ന് നമ്മൾ അറിയണില്ല. ഒന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ ഗെയിം തീർക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരു പാർട്ട് വിടും. ആ പാർട്ടി പെണ്ണുമ്പിള്ളനെ തീർക്കും. പിന്നെ പാർട്ടാക്കി എനിക്കും അടുത്ത ഒരു പാർട്ടും പിന്നെ ഉണ്ടാവില്ല. പിന്നെ വേറെ ഗെയിം വയ്ക്കാരം. അതത്രേ ഉള്ളൂ. നേരെ ഇതിൽ കൂടെ വിടാം. ഈ പെണ്ണുമ്പിളെ റൂം ഇതാണ്. ഈ പെണ്ണുമ്പിള ഇവിടെ നിന്നാണ് സ്പോണായി വരുന്നത്. അതുകൊണ്ട് ഇതിലെ പെണ്ണുമ്പിളനെ വെട്ടിയതിന് ശേഷം കുറച്ചൊരു ഇതിലെ പോയ പണിയാണ്. യെസ്, ഇവിടെ അടച്ചിടട്ടെ, അല്ലെങ്കിൽ പെണ്ണുമ്പിള ചിലപ്പോൾ ചാടി വല്ലതും വന്ന പണി കിട്ടും. പണ്ടാരടങ്ങാൻ ഇങ്ങോട്ട് ഇളകി വായോ. യെസ്, ഇതിൻ്റെ അത് മിക്കാരും മീറ്റ്. സ്പെഷ്യൽ കീ ആവശ്യമുള്ള സാധനം തന്നെയാണ്. നമുക്കിനി പെണ്ണും പിള്ളേനെ ഇങ്ങോട്ട് വിളിച്ചിരുത്താം. യെസ്, പെണ്ണുമ്പിള്ള ഇവിടെ ഉണ്ടേനും. പെണ്ണുമ്പിള്ളനെ കൊണ്ടുണ്ട്. നമുക്കിനി ഈ സാധനം കൊണ്ടുപോകാം. ഈ പെണ്ണുമ്പിള്ള എവിടെ കിടന്നാലും അടങ്ങിയറാണ്. എന്നെക്കൂടെ ഒന്ന് പറയിക്കത്തി. ഗെയിം എന്നെക്കൊണ്ട് ആവശ്യമില്ലാത്ത വാക്കുകളെ പറയിക്കുള്ളൂ ഈ പണ്ടര ഗെയിം. ഇനി എനിക്ക് ആകെ ആവശ്യം പാഡ്ലോക്കിയാണേ. അതെങ്ങനെയും ഒന്ന് കിട്ടിയാൽ മതി, ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് വേറൊരു സാധനം ആവശ്യമില്ല. എനിക്ക് കാർ എസ്കേപ്പ് ഒന്നും ഞാൻ ഇപ്പം നടത്താൻ നോക്കണില്ല. ഫസ്റ്റ് എനിക്ക് ഈ ഒരു എസ്കേപ്പ് ഫസ്റ്റ് റെഡിയാക്കിയിട്ട് വന്നിട്ടാണ് കാറും മണ്ഡലവും അതും ഇതൊക്കെ. മറ്റേ സാധനം ഇവിടെ ഇട്ട് ഇവിടെ ഇത് അവിടെ നിന്ന് എടുത്തിട്ട് വരണം. അത് അതിനേക്കാളും വലിയ പാട്. സാധനം ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഞാനെന്ത് ഈ പണ്ടാരടങ്ങാൻ. ഈ സാധനം ഇവിടെ ഇതെങ്ങോട്ടാ പോണി? എങ്ങോട്ടാ പോണ്ട്? ഞാൻ അത് തന്നെ അങ്ങോട്ട് അവിടെ ക്ലോസ് ചെയ്താൽ പിന്നെ കുഴപ്പമില്ല. അല്ലാതെ അത് സ്പീഡിൽ ഓടി ആ പണ്ടാര 8 സ്പീഡിൽ ഓടി വരുമ്പോൾ നമുക്ക് പറ്റൂല. അത് അമ്മാതിരി സ്പീഡിലായിരിക്കും ആൾക്കാരും വരിക. നമുക്ക് ഉന്നവും കിട്ടൂല. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് പോയി അതിൻ്റെ ആ കൂടടയ്ക്കാം. അതാണ് നല്ലത്. കറക്റ്റ് എയിം വെക്കണം. അതിലോട്ട് എയിം വെച്ച് ആ റെഡ് സാധനത്തിലോട്ട് എയിം വെച്ചിട്ട് ഒരു കാര്യമില്ല. സാധനം അവിടെ പോയി കുടുങ്ങുകയുള്ളൂ. ഷിറ്റ് പോയി ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഷോട്ട് ഗൺ തന്നെ വേണ്ടി വരും. ഇതിൻ്റെ ഇടയിൽ പെണ്ണുമ്പിള്ള വന്നാൽ പണി. ഇനി പിന്നെ നോക്കണ്ട. ഈ പെണ്ണുമ്പിള്ള എഴുതിയിട്ടുണ്ട്, ഉറപ്പായിരിക്കും. എങ്ങനെയെങ്കിലും വേറെ ബുള്ളറ്റ് എടുക്കും. എവിടെ യെസ് ഓക്കെ. ഗായ്സ്, അപ്പോൾ പെണ്ണുമ്പിള്ളനെ കാണാനില്ല. പെണ്ണുമ്പിള്ള നാട് വിട്ടെന്ന് തോന്നുന്നു. പറയാൻ പറ്റൂല. ഇപ്പം സൈഡിൽ നിന്ന് ആയിക്കാരും ചാടി കയറി ഇങ്ങോട്ട് പെണ്ണുമ്പിള്ളൻ്റെ പരക്കം. താഴെ പോയി നിൽക്കാം.
വായോ വായോ. ചേട്ടൻ എത്തിയിട്ടുണ്ട്. 2 ഉമ്മയും കൂടെ തരാം. അല്ല, 1 ഉമ്മ. പെട്ടെന്ന് വായോ. തിടുക്കായി. എവിടെങ്ങള്? ഞാൻ ഈ വീഡിയോ അധികം നോക്കണില്ല. പെണ്ണുമ്പിള്ളേരുണ്ട്. ചെല്ലക്കിളി മതി. എന്തിരി പെണ്ണുമ്പിള്ള ഇങ്ങനെയൊക്കെ? വന്ന് എഴുന്നിട്ടില്ല. പെണ്ണുമ്പിള്ള എൻ്റെ അണ്ണാക്കിക്ക്. ഓക്കെ, സാധനം നമ്മൾ പിന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല. പരിപാടി ഉണ്ട്, അത് ഞാൻ മറന്നുപോയി. അത് വേറെ കാര്യം. പക്ഷെ എന്തായാലും ഇപ്പം ചെയ്യണ്ടേ, ഞാൻ മറന്നുപോയി. ആ തോക്കിൻ്റെ പാർട്ട് എവിടെ ഉണ്ട്? ഇനിയിപ്പോൾ അനാഥാലയം പോലെ കിടക്കണ ഈ സ്ഥലം മുഴുവൻ കിടന്ന് കറങ്ങണ്ടേ? മോഡറോടി കൊണ്ട് ടീപ്പ് വെച്ചു. പാഡ്ലോക്കി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. പറഞ്ഞിട്ടെന്താ, യോഗമില്ല ഉമ്മിണിയെ. സാധനം എവിടെ നിന്ന് കിട്ടുമോ? എന്താ ഇവിടെ ആയിരുന്നു പറഞ്ഞു. ഇവിടെ തന്നെ സാധനം കിട്ടിട്ടുണ്ട്. ഷോട്ട് ഗൺ വെച്ച് പെണ്ണുമ്പിള്ളേനെ തീർത്ത പെണ്ണുമ്പിള്ള കുറേ നേരത്തൂടെ നേരത്തേക്ക് പിന്നെ വരൂല. അതുകൊണ്ട് വെടിവെക്കുന്നതായിരിക്കും ലാഭവും നല്ലതും. എന്തുകൊണ്ടും എന്താന്ന് എനിക്കറിയില്ല. അപ്പം ഇങ്ങോട്ട് പോയി സാധനം വെച്ച് വെക്കണ്ട. ഇനി അതിൻ്റെ പിടിയും കൂടെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. ആ പിടി ഞാൻ കണ്ടീനു, എവിടെയാണോ ഞാൻ കണ്ടിപ്പോ. അതായാലും ഇവിടെ അല്ല, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ ഭാഗത്തൊന്നുമല്ല. ഏതായാലും നമുക്ക് ഇതിനെ പോയി നോക്കാം. ഇവിടെ എവിടെയോ അതിന് കണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ പെണ്ണുമ്പിള്ളേനെ നമുക്ക് അടുത്ത വല്ല വീഡിയോയിലും തീർക്കാം. അപ്പോൾ സമയം എത്ര ആയിക്കണോ? സമയം 22 മിനിറ്റ് കൂടുതലായി. അപ്പം നമുക്ക് ഈ ഷോട്ട് ഗൺ ഒന്നുകൊണ്ട് വെച്ചിട്ട് സെക്കൻഡ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കും. പെണ്ണുമ്പിള്ളതാ കയറിപ്പോണു സീനി. പെണ്ണുമ്പിള്ളേനെ നമുക്ക് ഒന്നുകൂടെ വരുത്തണം. ആ പെണ്ണുമ്പിള്ളേനെ തീർക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. തീർക്കാൻ പറ്റുക വെച്ചാൽ അടിപൊളിയായിരിക്കും. തീർത്തിട്ട് നമുക്ക് ഈ വീഡിയോ എടുത്താം. എവിടെ ബുള്ളറ്റ്? വായോ പെണ്ണുമ്പിള്ള, പെട്ടെന്ന് വായോ. നോക്കി പെട്ടെന്ന് വായോ. നിങ്ങളുടെ അടിച്ചു പൊളിച്ച് വെച്ചേക്കുന്ന ഈ വണ്ടീൻ്റെ അവിടെ തന്നെ ഉണ്ട്. പെട്ടെന്നൊന്നുണ്ട്. ഒരു നാണം കാണിക്കണ്ട. ഇത്രത് കമ്പിലല്ലേ? പെണ്ണുമ്പിള വന്നിട്ടുണ്ട്. പെണ്ണുമ്പിള വായോ ചെല്ലക്കിളി. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇതോടെ മടുത്തെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു ഗെയിമായിട്ട് ഉടനെ വരാം. അതുവരെക്കും ബൈ, സൈനിങ് ഔട്ട്.